ഹായ് ഓൾ. നമുക്ക് ഏറ്റവും പ്രശ്നം തരുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ടാപ്പുകളിൽ ഉണ്ടാകുന്ന ഈ ലൈം സ്കെയിൽ ഡെപ്പോസിറ്റ്സ്. വല്ലാത്ത കറയാണ്. കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതൊരു സ്കെയിലായിട്ട് അവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇച്ചിരി ഡെൻസായിട്ട് നിൽക്കും. പിന്നെ ഇടയ്ക്കിടക്കാവുന്ന രീതിയിലാവും. അപ്പോഴേക്കും നമ്മുടെ പൈപ്പിൻ്റെയൊക്കെ പണി ഏകദേശം പോയിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ ഞാനൊരു യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തത്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഹാപ്പി പ്ലാനറ്റ് എന്ന കമ്പനിയുടെ ടാപ്പ് ക്ലീനർ ആൻഡ് ലൈം സ്കെയിൽ റിമൂവർ. ഇതാണ് പ്രോഡക്റ്റ്. സോ ഇതിനകത്ത് ഓൾറെഡി നമുക്ക് യൂസേജ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ലൈം സ്കെയിൽസൊക്കെ ഉണ്ടെങ്കിൽ, ലൈക്ക് ഒരുപാട് കറിയൊക്കെ ഉണ്ടെങ്കിൽ 2-3 തവണ യൂസ് ചെയ്താൽ മാത്രമേ പോകുന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് വരുന്നത് ഗ്ലാസ് ബോട്ടിലാണ്, അതുകൊണ്ട് തന്നെ ഹാൻഡിൽ വിത്ത് കെയർ. വാട്ടറിൻ്റെ ഹാർഡ്നെസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമുക്ക് ഈ ലൈം സ്കെയിൽ ഡെപ്പോസിറ്റ്സ് കൂടുന്നതാണ്. സോ കൊച്ചിയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഫിൽറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വെള്ളം സ്പ്രേ ആയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ കറ അവിടെ നിൽക്കും. സോ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തന്നെ വളരെ അനവസരമായി ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ പൈപ്പൊക്കെ പഴയതുപോലെ കൊറോഡഡ് ആയതുപോലെ ഒരു ഫീലാണ്. സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ഫോം ടൈപ്പിൽ വരുന്നതുകൊണ്ട് അധികം നമുക്ക് വേസ്റ്റേജ് വരുന്നില്ല. നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ക്രബർ ഒരു 60 സെക്കൻഡ്സ് അത് വെയിറ്റ് ചെയ്യാനാണ് അതിൻ്റെ പറഞ്ഞ്. ഞാനൊരു 1-1.5 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. എന്നിട്ട് നല്ലൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായി തേച്ചു. നന്നായി കഴുകിയ ശേഷം ഒരു തുണി എടുത്ത് നന്നായി തുടച്ചാൽ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. സോ വീണ്ടും നമുക്ക് ഡെപ്പോസിറ്റ് ഒക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഇതിന് ഹെൽപ്ഫുള്ളായിരിക്കും. ക്ലീനിങ്ങിന് ശേഷം നമുക്ക് പൈപ്പ് നല്ല പുത്തനായിട്ട് തന്നെ കാണാൻ പറ്റും. ആ സ്മൂത്ത്നെസ് അത്ര പെട്ടെന്ന് പോവുകയില്ല. നല്ല റിസൾട്ടാണ് തരുന്നത്. സോ യു ക്യാൻ ട്രൈ ദിസ്.